സ്വന്തം മാതാവായ കുന്തി ചെയ്ത തെറ്റു കാരണം സ്ത്രീജനങ്ങളെ മുഴുവൻ യുധിഷ്ഠിരൻ ശപിച്ചത് എന്തുകൊണ്ടാകാം? കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം പാണ്ഡവർ കുന്തി, ധൃതരാഷ്ട്രർ, വിതുരർ എന്നിവരോടൊപ്പം ഗംഗാനദീ തീരത്തെത്തി മരിച്ചുപോയവർക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്തു. ആ സമയത്ത് ദുഃഖത്താൽ മതിമറന്ന കുന്തി തന്റെ പുത്രന്മാരോട് ആ സത്യം വെളിപ്പെടുത്തി. അവർ രാധേയനെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന കർണൻ തന്റെ മൂത്തപുത്രനാണെന്നും കർണനു വേണ്ടി ബലിതർപ്പണം നടത്തുവാനും യുധിഷ്ഠിരനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് കഠിനമായി വിലപിച്ച യുധിഷ്ഠിരൻ കർണനും കുന്തിദേവിയും രഹസ്യമായി നടത്തിയ കൂടിക്കാഴ്ചകളെപ്പറ്റി പറഞ്ഞു കേട്ടത് ഓർത്തു. ഒരു വേള മാതാവായ കുന്തിയുടെയും കർണന്റെയും കാൽപാദങ്ങൾ ഒരേപോലെ ഇരിക്കുന്നത് യുധിഷ്ഠിരന് കർണനോടുള്ള ക്രോധം ശമിപ്പിക്കുവാൻ വരെ കാരണമായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. സ്വന്തം സഹോദരന്റെ മരണത്തിന് അറിയാതെ കാരണക്കാരനായതിൽ അതിയായി വിഷമിച്ച യുധിഷ്ഠിരനെ വ്യാസൻ, നാരദർ, കണ്വൻ തുടങ്ങിയ മഹർഷിമാർ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തീവ്രമായ ദുഃഖത്താൽ അദ്ദേഹം സ്ത്രീകൾക്ക് ഒരിക്കലും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാതെ വരട്ടെ എന്ന് ശപിച്ചു. കുന്തിയുടെ നിശബ്ദത പരിഹരിക്കാനാവാത്ത ദുരന്തത്തിലേക്ക് നയിച്ചെന്ന വിശ്വാസമായിരുന്നു ആ ശാപത്തിന് കാരണം.